Hello guys, welcome back to the channel. It's me Homo Sapien. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ വണ്ടിയുടെ മെയിൻ്റെനൻസ്, അതായത് KTMൻ്റെ മെയിൻ്റെനൻസും അല്ലാണ്ട് മെയിൻ്റെനൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. മെയിൻ്റെനൻസിനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വണ്ടി എടുക്കണം, എത്ര രൂപയുടെ വണ്ടി എടുക്കണം എന്നുള്ളതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ വണ്ടി നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടിയുടെ മെയിൻ്റെനൻസ് ആദ്യം നോക്കുക. കാരണം ഒരു BMW നമുക്ക് എടുക്കാം, ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഒരു 10 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഒരു നമ്മുടെ ഹോണ്ട സിറ്റി അല്ലെങ്കിൽ സിയാസ് ഒക്കെ എടുക്കുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്കും BMW ഒക്കെ എടുക്കാം സെക്കൻഡ്സ്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് കാര്യം. ആ മെയിൻ്റെനൻസ് കോസ്റ്റ് അതിലാണ് കാര്യം. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ അതാണ് മെയിൻ്റെനൻസിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ ഏതൊരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചാൽ ആ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസോ അല്ലെങ്കിൽ അതിൻ്റെ ലുക്ക് അതെല്ലാം ഓക്കെ. അതിന് മുമ്പ് ആദ്യം നമ്മൾ നോക്കേണ്ട അതിൻ്റെ മെയിൻ്റെനൻസ് ആണ്. അത് എത്ര മെയിൻ്റെനൻസ് വരും, നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എക്സ്പീരിയൻസ് തന്നെ പറയാം. പുള്ളിക്കാരൻ സ്റ്റാൻഡേർഡ് 500 എടുത്തതിന് ശേഷം CEAT ആണ് എടുത്തത്. പക്ഷേ വണ്ടി പുതിയത് ഇറക്കിയെങ്കിലും പുള്ളി വരുന്നതെന്ന് പറഞ്ഞാൽ പ്ലാറ്റിന CT100 എന്തോ ആണ്, അതിലാണ് വരുന്നത്. അപ്പം കാരണം തിരക്കിയപ്പോഴാണ് പറഞ്ഞത് ഫ്യൂൽ എക്സ്പെൻസ് കൂടുതലാണ്, 500 മുതലാവണില്ല എന്നല്ല. അപ്പം പുള്ളിക്കാരൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വണ്ടി CC അടച്ച് വീട്ടിൽ വെച്ചിട്ട് ട്രാവൽ ചെയ്യുന്നത് നോർമൽ ബൈക്കിൽ. അങ്ങനെ ട്രാവൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് വണ്ടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ വണ്ടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യാനാണ്, റൈഡ് പോകാനാണ്, എല്ലാത്തിനുമാണ്. അപ്പോൾ അത് വണ്ടി എക്സ്പെൻസ് ആയതുകൊണ്ട് വീട്ടിൽ വയ്ക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അതിന് പകരം നമ്മൾക്ക് എടുക്കാതിരുന്നാൽ പോരെ. അപ്പോൾ അത് ഏറ്റവും ഞാൻ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ഭയങ്കര ഒരു വലിയൊരു പോയിൻ്റാണ് മെയിൻ്റെനൻസിനെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാവാം എനിക്ക് മെസ്സേജ് ചെയ്തു KTM എടുക്കാൻ പോകുന്നവർ അതിൻ്റെ മെയിൻ്റെനൻസിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് മെയിൻ്റെനൻസിൽ എന്തെല്ലാം പെടുമെന്ന് പറയാം. മെയിൻ്റെനൻസിൽ നമ്മൾ വണ്ടിക്ക് ചിലവാക്കുന്ന ഓരോ ചെറിയ കാര്യവും മെയിൻ്റെനൻസിൽ പെടും. അതായത് നമ്മൾ വണ്ടി എയർ റീഫിൽ ചെയ്തവരെ അത് മെയിൻ്റെനൻസിൽ ഉൾപ്പെടും. ഫസ്റ്റ് മെയിൻ്റെനൻസിൽ പെടുന്നത് നോർമലി നമ്മുടെ ഇതാണ് പീരിയോഡിക് സർവീസ് പല വണ്ടികളിലും പല ഗ്യാപ്പിലായിരിക്കും. ഇപ്പം KTMനെ സംബന്ധിച്ച് 7500 അതിൽ 7000 ചെയ്യാം നമുക്ക്. അടുത്ത് നോർമൽ ബജാജ് ബൈക്കിലൊക്കെ എനിക്ക് തോന്നുന്നു 5000 ആണെന്ന് തോന്നുന്നു. അങ്ങനെ പല ബൈക്കിലും പല വേരിയേഷനാണ്. പീരിയോഡിക് സർവീസ് ടൈം പീരീഡ് പറയുവാണെങ്കിൽ നോർമൽ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞാലോ 7500 ആണ്. പക്ഷേ ഞാനൊരു 6000 സംതിങ് അല്ലെങ്കിൽ ഒരു 7000 ഒക്കെ ആകുമ്പോഴത്തേക്ക് സർവീസ് ചെയ്യും. അല്ലാണ്ട് തന്നെ നമ്മൾ 6 months, അതായത് നമ്മുടെ ഈ ഓയിലും കാര്യങ്ങളൊക്കെ നമ്മളിനിയിപ്പോൾ ഓടിയില്ലെങ്കിലും ഒരു നിശ്ചിത ടൈം കഴിയുമ്പോഴത്തേക്ക് അത് ഹാർഡാവും. അപ്പോൾ അത് വണ്ടിയെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ കിലോമീറ്റർ ഫോളോ ചെയ്യുക. അത്യാവശ്യം ഓടുന്ന ആളാണെങ്കിൽ, അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ആളാണെങ്കിൽ കിലോമീറ്റർ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ടൈം പീരീഡ് ഫോളോ ചെയ്യുക. ഒരു 6 months കൂടുമ്പോൾ സർവീസ് ചെയ്യുക. കാരണം ആ ഓയിലിൻ്റെ തിക്നെസ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് പീരിയോഡിക് സർവീസിൻ്റെ ഇത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കോസ്റ്റും കൂടെ പറയാം. അപ്പോൾ അതാണ് ഒരു മെയിൻ്റെനൻസിൽ പെടുന്നത്. സെക്കൻഡ് തിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ടയറിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പം അതും ഇതേപോലെ പല വണ്ടിയിലും പല ഗ്യാപ്പിലാണ് നമ്മൾ മാറേണ്ടത്. അത് നമ്മൾ ഇടുന്ന ടയർ പോലെ ഇരിക്കും. ക്വാളിറ്റി കൂടുന്ന ടയർ കുറച്ച് നാളെ കിടക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ടയറൊക്കെ ഒരു അത്യാവശ്യം ഒരു 15, 17 അതൊക്കെയാണ് കിടക്കുന്ന ഒരു ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. മെഷ്ലീനാകുമ്പോൾ ചിലപ്പം കുറച്ചുകൂടി കൂടുതൽ കിട്ടും. മെഡ്സിലർ പോലുള്ള ബ്രാൻഡുകളാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കുറയും. അപ്പോൾ അതനുസരിച്ചിരിക്കും. അപ്പം സെക്കൻഡ് തിങ് എന്ന് പറയുമ്പോൾ ടയറിൻ്റെ എക്സ്പെൻസാണ്. പിന്നെ അടുത്ത ലെവലിലോട്ട് വരുമ്പോഴത്തേക്ക് ബാക്കി നമ്മൾ വണ്ടിയിൽ വരുന്ന കംപ്ലയിൻറ്റ്സ് നോർമലി എൻ്റെ കേസ് പറയുവാണെങ്കിൽ എനിക്കങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ട് ഇന്നേവരെ വണ്ടിയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഒന്നും വന്നിട്ടില്ല. എനിക്ക് കൂടുതലും ഞാൻ പീരിയോഡിക് സർവീസ് ചെയ്യും, അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ആയി അത് ചേഞ്ച് ചെയ്യണം, ഇത് ചേഞ്ച് ചെയ്യണം, അങ്ങനെയൊന്നും ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ മാറുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യേണ്ട ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ കോസ്റ്റാണ്. കഴിഞ്ഞ സർവീസ് ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം. ആ സർവീസ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കയറി കാണുക. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അത് കണ്ടാൽ നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് സർവീസ് ചെയ്യാം. അത്യാവശ്യം ടൂൾസും കാര്യങ്ങളും പിന്നെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ
മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ വെപ്രാളം കാണിക്കരുത്. വളരെ സാവകാശം ഒരു ദിവസം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് സർവീസ് ചെയ്യാം. ഇപ്പം ഷോറൂമിൽ കൊണ്ടുപോകുമ്പോൾ അവർ 1 മണിക്കൂറിലൊക്കെ എല്ലാം ചെയ്തു തരും. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ടൈം എടുക്കും. കാരണം നമ്മൾ ഡെയിലി ചെയ്യുന്ന വർക്കല്ല. നമുക്ക് ഈ മിറർ മടക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ വണ്ടികളിൽ കയറി തട്ട്. അപ്പം പീരിയോഡിക് സർവീസിൻ്റെ ഐറ്റംസ് എല്ലാം കൂടെ വരുന്നതെന്ന് പറയുമ്പോൾ 2800 രൂപ അല്ലെങ്കിൽ 2800 സംതിങ് ആണ് എനിക്കന്ന് കോസ്റ്റ് വന്നത്. അതായത് വാങ്ങുന്നതിന് പ്രോഡക്റ്റിന് മാത്രം. പിന്നെ നമ്മൾ ഷോറൂമിൽ ചെന്നാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ പിന്നെ ലേബർ ചാർജ്, പിന്നെ GST, ടാക്സ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് 10,000, 3,000, 4,000 രൂപ അടുപ്പിച്ചാവും നോർമൽ കേസിൽ. നോർമൽ സർവീസ് കോസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞത്. എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ മാറുന്നുണ്ടെങ്കിൽ, ഇപ്പം ചെയിൻ സ്പ്രോക്കറ്റൊക്കെ മാറുന്നുണ്ടെങ്കിൽ കൂടുതലോ. അപ്പോൾ അതാണ് നമ്മുടെ പീരിയോഡിക് സർവീസ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് മെയിൻ്റെനൻസിൽ വരുന്നത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു മെയിൻ സംഭവമാണ് നമ്മളെ ചെയിൻ സ്പ്രോക്കറ്റ്. ചെയിൻ സ്പ്രോക്കറ്റ് നല്ല വില വരുന്നൊരു സംഭവമാണ്. അതായത് ചെയിൻ സ്പ്രോക്കറ്റ് നോർമൽ കേസിൽ 17, 20 ഈ ഒരു കിലോമീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ നോർമൽ കേസിൽ ചെയിൻ സ്പ്രോക്കറ്റ് മാറുന്നത്. അതും ഇതേപോലെ പല വണ്ടികളിലും പല ഗ്യാപ്പായിരിക്കും. പിന്നെ നമ്മൾ ഓട്ടിക്കുന്ന റൈഡിങ് സ്റ്റൈൽ പോലെ ഇരിക്കും. എനിക്കെന്തോ 28,000 വരെ ചെയിൻ സ്പ്രോക്കറ്റ് ലാസ്റ്റ് ചെയ്ത്. നോയ്സ് ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടിച്ച് അത്രയും നാൾ വരെ ലാസ്റ്റ് ചെയ്ത്. അപ്പം ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം നമുക്ക് ഞാനന്ന് മാറിയത് 390-യാണ്. അതായത് ബാക്ക് വലിയ സ്പ്രോക്കറ്റ് 390, ഇന്നർ 200-ൻ്റെ തന്നെയാണ്. അപ്പോൾ അന്ന് എനിക്ക് 4,000 സംതിങ് ആണ് ഇതിൻ്റെ കോസ്റ്റ് വന്നത്. നമ്മൾ നോർമൽ കേസിൽ അല്ലാണ്ട് 200-ൻ്റെ തന്നെയാണ് മാറുന്നതെങ്കിൽ എങ്ങനെ പോയാലും ഒരു 3,000, 4,000 ഉള്ളിൽ നിൽക്കും. അപ്പോൾ അതാണ് ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ ഇടുമ്പം തീരെ ലോക്കൽ വിലക്കുറവെന്ന് പറഞ്ഞ് ലോക്കൽ വാങ്ങിച്ചിടരുത്. അതിനിപ്പോൾ ഏത് പാർട്ടായാലും നമുക്കിപ്പം KTMൻ്റെ സർവീസ് ചെയ്യാൻ സാധനങ്ങൾ നമ്മളെ ബജാജിൻ്റെ വാങ്ങിച്ചിടുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഫ്യൂൽ ഫിൽറ്ററൊക്കെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ സെയിം ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബജാജിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇടുമ്പോൾ ഉള്ളൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ 5,000 കിലോമീറ്റർ പറയുന്ന വണ്ടികളിൽ ഇടുന്ന സാധനം എടുത്ത് 7,000 കിലോമീറ്റർ പറയുന്ന വണ്ടികളിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയെ ബാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ KTM 7,500-ലാണ് സർവീസ് ചെയ്യുന്നത്, ബജാജിൻ്റെ വണ്ടികൾ 5,000-ലാണ് സർവീസ് ചെയ്യുന്നത്. അപ്പം ബജാജിൻ്റെ സാധനങ്ങൾ നമ്മളിൽ ഇട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വണ്ടിയെ ബാധിക്കും. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ KTMൻ്റെ വണ്ടിക്കകത്ത് ഇരിക്കുന്ന എല്ലാം ബജാജിൻ്റെ സാധനങ്ങളല്ലേ എന്ന്. അത് അതായത് ഫസ്റ്റ് ജനറേഷൻ KTM ബൈക്സ് എല്ലാം ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത വണ്ടികളാണ്. അതായത് ഈ 2015 ഇതെല്ലാം അവിടെ നിന്ന് വണ്ടി ഇപ്പം നമ്മളെ സൂപ്പർ ബൈക്ക് കൊണ്ടുവരും പോലെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ബൈക്കുകളായിരുന്നു. സെക്കൻഡ് അവർ ഇവിടെ മാർക്കറ്റ് പിടിച്ചതിന് ശേഷം ഇവിടെ തന്നെ മാനുഫാക്ചറിങ് തുടങ്ങി. അതിന് ബജാജിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ മാനുഫാക്ചറിങ് നടക്കുന്നത് KTM. അപ്പം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ സാധനങ്ങൾ ഇട്ടെന്ന് വരാം. എന്നാലും നമ്മൾ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ KTMൻ്റെ തന്നെ സാധനങ്ങൾ വാങ്ങിച്ചിടുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ടയർ മാറുമ്പോഴും ഇതേപോലെ ഞാൻ ടയറിൻ്റെ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കയറി കാണാം. അപ്പോൾ അത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചും നമ്മുടെ റൈഡിങ് സ്റ്റൈലും അനുസരിച്ചിട്ട് എത്ര കൂടിയ ടയർ ഇടണം, ഏത് ടയർ ഇടണം നമ്മൾ ഓൺ ചോയ്സാണ്. അതിലിപ്പോൾ ഇന്നത് ഇടാവൂ എന്നൊന്നുമില്ല. സൈസ് കറക്റ്റായിട്ടുള്ള ഏത് ടയർ വേണമെങ്കിലും നമുക്കിടാം, നോ പ്രോബ്ലം. അപ്പം അത് മെയിൻ്റെനൻസിൽ പെടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ KTMൻ്റെ മെയിൻ്റെനൻസിൽ പെടുന്നത്. ഇതിപ്പോൾ എനിക്കറിയാമെന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് വണ്ടി എടുക്കാനിരിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഈ ഇൻഷുറൻസ്, പൊല്യൂഷൻ ടെസ്റ്റ് ഇതൊക്കെ വരും ഇത് മെയിൻ്റെനൻസിൽ. ഇൻഷുറൻസ് എല്ലാവർക്കും അറിയാം, ഇയർലിയാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. അത് വണ്ടിയുടെ വാല്യൂ അനുസരിച്ചിരിക്കും. നോർമൽ കേസിൽ ഇപ്പം ഇൻഷുറൻസ് എടുത്ത വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസ് എടുത്തപ്പം 2,800, 3,000 രൂപ എന്തോ ആണ് ഇൻഷുറൻസിന് എനിക്ക് ആയത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കയറി കണ്ടാൽ മതി. അപ്പോൾ ഇയർലി നമുക്ക് ആ ഒരു കോസ്റ്റും കൂടെ ഈ മെയിൻ്റെനൻസിൽ വരും. പിന്നെ പുക ടെസ്റ്റ് ചെയ്യുന്നത് 6 months കൂടുമ്പോൾ അത് എത്ര 100 രൂപ, പണ്ട് 60 രൂപയായിരുന്നു, ഇപ്പം 100 രൂപ എന്തോ ആണ്. അപ്പോൾ അതും വരും. പിന്നെ അല്ലറ ചില്ലറ നമ്മൾ എയർ റീഫില്ല് ചെയ്യുന്നതും പിന്നെ ബാക്കി നോർമൽ കാര്യങ്ങൾ, ലൂബ് ചെയ്യുന്നതും. ലൂബൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെയിൻ ലൂബ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ചെയിൻ ലൂബിന് ഒരു 150 രൂപ കോസ്റ്റ് വരും.
ഒരു ചെയിൻ ലൂബ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് 4 വട്ടമൊക്കെ ചെയിൻ ലൂബ് ചെയ്യാം. ചെയിൻ ലൂബ് ഗ്ലോസിൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മോട്ടോട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഭയങ്കര ഹാർഡാണ്. ഒരുമാതിരി അരക്ക് പോലെ പിടിക്കും, പെട്ടെന്ന് ഹാർഡാവും. അതുകൊണ്ട് ഞാൻ ഗ്ലോസിൽ എന്ന് പറയുന്ന ബ്രാൻഡാണ്, അത് കുറച്ചുകൂടി ലൈറ്റാണ്. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അതും ഇതേപോലെ മെയിൻ്റെനൻസിൽ പെടുന്നൊരു സംഭവമാണ്. അതൊക്കെ നമ്മൾ ഷോറൂമിൽ കൊടുത്ത് ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്, നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ സിമ്പിളായിട്ട് ആർക്ക് വേണോ ചെയ്യാവുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ മതി, നമുക്ക് ആർക്ക് വേണോ ചെയിൻ ലൂബ് ചെയ്യാം. അതൊക്കെ ഇതേപോലത്തുള്ള ബൈക്കിൽ മാത്രമല്ല, ഏത് ബൈക്കിൽ ചെയ്താലും നമുക്ക് അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ഫൈനൽ പവറിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റിലാണ്. അപ്പോൾ അത് എത്രത്തോളം ക്ലീനായിട്ടിരിക്കുമോ അത്രയും നമുക്ക് ആ ഒരു പവർ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു അഗ്രഷൻ നമുക്ക് ഫീൽ ചെയ്യും. അതിൽ ഒരുപാട് പൊടിയും ചെളിയൊക്കെ പിടിച്ചിരുന്നാൽ നമുക്ക് വലിയൊരു പെർഫോമൻസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ KTM മെയിൻ്റെനൻസിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ KTM ബൈക്സ് ഞാൻ കോമൺ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം 390 ആയാലും 200 ആയാലും ഈ സ്പെയർ പാർട്സൊക്കെ അറൗണ്ട് സെയിം തന്നെയാണ്. ഇപ്പം 390 ആയാലും കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം സെയിം വണ്ടിയാണ്. ചെറിയ ചെറിയ വ്യത്യാസം, ഇപ്പം ചെയിൻ സ്പ്രോക്കറ്റിലാണെങ്കിൽ ഒരു 100-200 രൂപ 300 രൂപ ഡിഫറൻസ് വരും. അതേപോലെ മിക്കതും സെയിം റേറ്റ് സെയിം സാധനം തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ഒരു 100 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വരും, അല്ലാണ്ട് വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഒന്നുമില്ല. വർഷത്തിൽ ഇനി എത്ര രൂപ നമ്മളതിന് എക്സ്പെൻസ് വരുമെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒരു വർഷത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുന്നതനുസരിച്ചിരിക്കും. ഇപ്പോൾ ടയറിൻ്റെ കേസൊക്കെ പറയും പോലെ, ഇപ്പോൾ നോർമൽ പീരിയോഡിക് സർവീസ് ആണെങ്കിൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ചെയ്യേണ്ടി വരും. അപ്പം 2 പ്രാവശ്യം കൂടെ ആകുമ്പോൾ ഒരു 3500 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് നോർമൽ ഒരു പണിയില്ല വെറും പീരിയോഡിക് സർവീസ് മാത്രമാണെങ്കിൽ 3500, അല്ലെങ്കിൽ വേണ്ട ഒരു 4K കൂട്ടാം. അപ്പം 4K 2 സർവീസ് ആകുമ്പോൾ 8K ആയി. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ടയർ ചിലവരുടെ 1 വർഷം കൊണ്ട് തീരും, ചിലവരുടെ 1 വർഷത്തിൽ കൂടുതൽ നിൽക്കും. എന്നാലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ടയറൊക്കെ ഇടുമ്പോൾ ഒരു 10K കൂട്ടിയാൽ മതി, 10K അല്ലെങ്കിൽ 12K, അപ്പം 20,000 ആയി. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയിൻ സ്പ്രോക്കറ്റ്. അപ്പം ചെയിൻ സ്പ്രോക്കറ്റ് മാറുവാണെങ്കിൽ, ഇപ്പോൾ 1 വർഷത്തിൽ നമ്മൾ മാറുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 4K അതും ആവും. അപ്പം 24 ആയി. ഒരു 25,000 അല്ലെങ്കിൽ ഒരു 20,000 ഈ ഒരു റേഞ്ച് ആയിരിക്കും നമ്മൾ ഒരു ഇയർലി മെയിൻ്റെനൻസ് കോസ്റ്റ് ഒരു KTM ബൈക്കിൻ്റെ. അതിനിപ്പം 125 ആയാലും 200 ആയാലും 390 ആയാലും എല്ലാം സെയിം ആയിരിക്കും. 790 ഒന്നും കേസ് എനിക്ക് അറിഞ്ഞുകൂടാ, അത് ചിലപ്പം കൂടുതലായെന്ന് വരും. അപ്പം ഇതെല്ലാം ഇതേപോലെ തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഓയിലിൻ്റെ തന്നെ ക്വാളിറ്റി ഗ്രേഡ് വ്യത്യാസം വരും. ഇപ്പോൾ 390 200-ൻ്റെയും ഗ്രേഡ് വ്യത്യാസമുണ്ട്. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒഴിച്ചൊന്നും പറഞ്ഞ് വേറെ വണ്ടിക്ക് ഇഷ്യൂ ഒന്നുമില്ല. റെക്കമെൻഡഡ് 2 ഡിഫറെൻ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേസ് നമ്മളെ വീഡിയോ. അപ്പോൾ മെയിൻ്റെനൻസിനെ പറ്റിയിട്ട് KTM മെയിൻ്റെനൻസ് ആയാലും നോർമലി ഏത് വണ്ടി എടുത്താലും മെയിൻ്റെനൻസിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇപ്പം ബൈക്ക് എടുക്കുന്നതായാലും ഏതൊരു വാഹനം എടുത്താലും ഇതൊക്കെ ആപ്ലിക്കബിൾ ആണ്. ഒരു കാർ എടുത്താലും നമ്മൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ഇറക്കി ഒരു വണ്ടി എടുക്കുന്നതിലല്ല കാര്യം, നമ്മളതിൻ്റെ ടയർ മാറുന്ന ചിലവും അതിൻ്റെ സർവീസ് കോസ്റ്റും അതിൻ്റെ മൈലേജും എല്ലാം നമ്മൾ ബോധറാവണം. പിന്നെ ഇതിൻ്റെ മൈലേജിൻ്റെ കേസ് ഞാൻ മെയിൻ്റെനൻസിൽ കൂട്ടിയില്ല, കാരണം അത് മെയിൻ്റെനൻസിൽ കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പെട്രോൾ അടിക്കുന്നു, വണ്ടി ഓടുന്നു, അപ്പോൾ അത് നമുക്ക് മെയിൻ്റെനൻസിൽ കൂട്ടേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ കൂട്ടാത്തത്. മൈലേജ് അറിയുന്നൊന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വണ്ടിയുടെ ലൈവ് മൈലേജ് ടെസ്റ്റ് ഞാൻ ബോക്സിൽ കൊടുത്തേക്കാം, അത് കണ്ടാൽ മതിയാവും. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺഡ്. ബൈ, ഇറ്റ്സ് മീ ഹോമോ സാപ്പിയൻ.